ഇത് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ളത് കദ്ലജിന്റെ രണ്ടാമത്തെ പെർഫ്യൂമാണ്. നമ്മൾ ഈ ചാനലിൽ റിവ്യൂ ചെയ്ത രണ്ടാമത്തെ പെർഫ്യൂമാണ് കദ്ലജ് ഐലൻഡ്. തൊട്ടു മുമ്പ് കദ്ലജ് ഐലൻഡ് ഡ്രീംസ് നമ്മൾ റിവ്യൂ ചെയ്തു. നല്ലൊരു പെർഫ്യൂം ആയിരുന്നു, നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു, കേരളത്തിലെ കാലാവസ്ഥയിൽ ലാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരെണ്ണമാണ് ഐലൻഡ്. ഇത് എക്സ്ട്രേറ്റ് ഡേ പെർഫ്യൂം 3000-3500 റേഞ്ചിൽ നമുക്കൊരു എക്സ്ട്രേറ്റ് വേർഷൻ കിട്ടുന്നത് ചില്ലറ കാര്യമല്ല. പെർഫ്യൂം ഓയിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ്. എന്നാൽ ഓയിൽ കോൺസെൻട്രേഷൻ കൂടുന്നത് കൊണ്ട് എല്ലാ പെർഫ്യൂമിനും പെർഫോമൻസ് കിട്ടണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഇതിന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ എക്സ്ട്രേറ്റ് ഡേ പെർഫ്യൂം ആണ്. ഇവിടെ എഴുത്തും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ തന്നെ നോട്ടും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പിന്നീട് പറയാം. ഇവിടെ കദ്ലജ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ബോട്ടില്. താഴെ ഗ്രീൻ കളറും മുകളിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് കളർ ആവുന്ന ഒരു ഷെയ്ഡ്. ഗ്രിപ്പുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ ആണ് ഇത്. ക്യാപ്പ് മെറ്റൽ ആണ് വരുന്നത്, സ്വർണ്ണ നിറത്തിലുള്ള മെറ്റൽ ക്യാപ്പ്. കൊള്ളാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ബോട്ടിൽ ഡിസൈൻ, പ്ലാസ്റ്റിക് അല്ലാത്ത ക്യാപ്പ്. പിന്നെ സ്പ്രെയർ പ്രഷറൈസ് ചെയ്ത സ്പ്രെയർ ആണ്, അത്യാവശ്യം ജ്യൂസ് നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിന്റെ സെൻ പ്രൊഫൈൽ എന്ന് പറയുന്നത് സ്വീറ്റ്, വുഡി, കോക്കനട്ട്, ആംബർ, ഫ്രൂട്ടി, വാനില, ട്രോപ്പിക്കൽ, പൗഡറി, ഐറിസ്, ഫ്രഷ്. അപ്പൊ നമ്മൾ ഈ പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ ഈ പെർഫ്യൂമിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടി പെർഫ്യൂമാണ്, അഥവാ കേരളത്തിലെ കാലാവസ്ഥയിൽ ചേരുന്ന തരത്തിലുള്ള ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു പെർഫ്യൂം. ഇടവപ്പാതിയും തുലാവർഷവും കാറ്റും പേമാരിയും ചൂടും അത്യുഷ്ണവും അതിശൈത്യവും ഒക്കെ വരുന്ന രീതിയിലുള്ള ആ ഒരു കാലാവസ്ഥയുള്ള സ്ഥലങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂമാണിത്. ഇനി ബോക്സിൽ കൊടുത്തിരിക്കുന്ന നോട്ടുകൾ പിറകിൽ നോക്കിയാൽ മതി. ടോപ്പ് നോട്ടായിട്ട് പൈനാപ്പിൾ, ഐറിസ്, ജിഞ്ചർ, സൈപ്രസ്. മിഡിൽ നോട്ടിൽ കോക്കനട്ട്, വുഡി നോട്ട്. ബേസ് നോട്ടിൽ ആംബർ, ആംബർഗ്രീസ്, ടോങ്കാബീൻ, സാൻഡൽവുഡ്. ഇപ്പൊ ഡ്രൈ റോണിൽ ഏതാണ്ട് സാൻഡൽവുഡും ടോങ്കാബീന്റെയും മണമായിരിക്കും. ബേസിക്കലി ഒരു ക്രീമി വാനില സ്മെല്ലായിരിക്കും ഡ്രൈ റോണിൽ കിട്ടുക. ട്രൈ ചെയ്ത് നോക്കാം. അത് സ്പ്രെയർ നല്ല സ്പ്രെയർ ആണ്, നേരത്തെ പറഞ്ഞതുപോലെ. ഞാൻ ഈ കഴിഞ്ഞ 1-2 ദിവസത്തിൽ ട്രൈ ചെയ്തു. നിങ്ങൾക്ക് കദ്ലജ് ഐലൻഡ് ഡ്രീംസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കദ്ലജ് ഐലൻഡ് ഡ്രീംസിൽ കുറെ ഫ്രൂട്ട്സ്, അതിനകത്ത് തണ്ണിമത്തൻ, മുസംബി, പിന്നെ പൈനാപ്പിൾ, ഷമാം, അതുപോലെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ വിളയുന്ന പഴങ്ങളുടെ ഒരു നോട്ട് കൂടെ ചേർത്തിട്ടാണ് ഇതിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു ഫ്രൂട്ടി, ക്ലീൻ, ഫ്രഷ് അക്വാട്ടിക് ടൈപ്പ് ആഗ്രഹിക്കുന്നവർക്ക്, സാധാരണ ഒരു അക്വാട്ടിക് അല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് ദ ഷവർ ഫീല് തരുന്നതിനൊപ്പം കുറച്ചും കൂടി ഒരു പടിക്ക് മുകളിൽ ഒരു ഫ്രൂട്ടി നേച്ചറും കൂടി ഉണ്ട്. പൂർണ്ണമായും ഒരു അക്വാട്ടിക് ടൈപ്പ് അല്ല, പക്ഷെ ഇതിനകത്ത് കൂടുതൽ ഫ്രൂട്ടി നോട്ട് ചേർത്തിട്ടുണ്ട്. ഒരു ഫ്രൂട്ടി ട്രോപ്പിക്കൽ ബീച്ചിലൊക്കെ ചെന്നിട്ട് നമ്മളൊരു പല ഫ്രൂട്ട്സ് അരിഞ്ഞ് കൊത്തിയിട്ട ജ്യൂസ് ഇല്ലേ, മിക്സഡ് ഫ്രൂട്ട് ജ്യൂസിന്റെ ഒരു ഫ്രൂട്ടി സ്മെല്ലുണ്ട്. ഒപ്പം നല്ല ഒരു കദ്ലജിന്റെ അല്ലെങ്കിൽ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അക്വാട്ടിക് മറൈൻ. അതുപോലെ നല്ലപോലെ കോക്കനട്ടിന്റെ സ്മെല്ല്, നല്ല തേങ്ങാപ്പാലിന്റെയും അല്ലെങ്കിൽ വെളിച്ചെണ്ണ പോലത്തെ ഒരു കോക്കനട്ട് ടൈപ്പ്. തേങ്ങാപ്പാലിന്റെ മണമാണ്, വെളിച്ചെണ്ണ അല്ല, തേങ്ങാപ്പാലിന്റെ മണം. അത് നമുക്ക് എയറിൽ കിട്ടും. തേങ്ങാപ്പാലിന്റെ മണവും ഒപ്പം ഈ ഫ്രൂട്ട്സിന്റെ മണം. മെയിനായിട്ട് പൈനാപ്പിളിന്റെ ഒരു ഓപ്പണിങ്, പൈനാപ്പിളിന്റെ മണത്തോടൊപ്പം തന്നെ. പക്ഷെ ഇവിടെ കിട്ടുന്ന പൈനാപ്പിളിന് എനിക്ക് കിട്ടുന്നതാണ് പൈനാപ്പിളിനൊപ്പം തണ്ണിമത്തിനും കൂടി ചേരുമ്പോൾ ഉള്ളത്. പൈനാപ്പിളും തണ്ണിമത്തിന് ചേരുമ്പോൾ ഒരു മണം വരുന്നില്ല. ഒരു ചിന്തിച്ചു നോക്കുന്നത് ഊഹിക്കാനേ ഉള്ളൂ. പൈനാപ്പിളും തണ്ണിമത്തിന് ചേരുമ്പോൾ വരുന്ന ഒരു ഫ്രൂട്ടി സ്മെൽ, അതാണ് കൂടുതൽ കിട്ടുന്നത്. ഒപ്പം തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടുള്ള ഒരു മണം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക് കിട്ടുന്നത്. JPGയുടെ ലെബോലെ പെർഫ്യൂം, യെസ്, അതിന്റെ ഒരു ഇൻസ്പയർഡ് ആണത്. അപ്പോ അത് ഒരു അക്വാട്ടിക്, കോക്കനട്ടി, ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ടി സ്മെല്ല് തരുന്ന ഒരു പെർഫ്യൂമാണ്. നിങ്ങൾക്ക് ഫ്രൂട്ട്സിനോട് താല്പര്യമുണ്ട്, ഫ്രൂട്ട്സ് മണമുള്ള പഴങ്ങളുടെ മണമുള്ള പെർഫ്യൂമോട് താല്പര്യമുണ്ട്, അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മണം, ഊതിന്റെ മണമോ അല്ലെങ്കിൽ സ്പൈസി സ്മെല്ലോ അല്ലെങ്കിൽ തലപെരുക്കുന്ന മണങ്ങളോട് ഒന്നും താല്പര്യമില്ലാതെ ഫ്രഷ് ആയിട്ടുള്ള മണമാണ് വേണ്ടതെങ്കിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതിന് പുറമെ ഇതിനകത്ത് ഫ്രൂട്ടി നോട്ടുകൾ ചേർത്തിരിക്കുന്നുണ്ട്. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു പെർഫ്യൂമാണ്. കാരണം ഇതിന്റെ ട്രോപ്പിക്കൽ ഫ്രൂട്ട് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന മണങ്ങളാണ്. ഇവിടെ നമുക്ക് തണ്ണിമത്തിന്റെ മണവും പൈനാപ്പിളിന്റെ മണവും ഷമാമിന്റെ മണവും മുസംബിയുടെ മണം. മുസംബിയുടെ നോട്ടില്ല കേട്ടോ, ഞാൻ പറയുന്നതാണ്. എല്ലാ ഫ്രൂട്ട്സും കൂടെ ചേരുമ്പോൾ ഒരു മണമാണ്. അതിനൊപ്പം ഈ തേങ്ങാപ്പാലിന്റെ മണം വരുമ്പോൾ ഒരു കേരളീകരിച്ചൊരു മണം. ശരിയാണ്, അത് ഒരു കേരളത്തിന്റെ ഒരു മണമാണ് ഈ പെർഫ്യൂമിന്. ഒരു കേരളത്തിലെ കരിക്കും വെള്ളവും തേങ്ങാപ്പാലും പൈനാപ്പിളും തണ്ണിമത്തനും ഇതൊക്കെ ഇവിടെ വിളയുന്ന സാധനങ്ങൾക്ക് തന്നെയാണ്. ആ ഒരു മണമാണ് ശരിക്കും ഈ ഒരു പെർഫ്യൂമിന്. ഇനി അണ്ടർടോൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറേയേറെ ഫ്രഷ് അക്വാട്ടിക് നോട്ടുകൾ കിട്ടും. ഒരു ബീച്ചിലൊക്കെ പോകുന്ന ഒരു ഫീൽ. ബീച്ചിലൊക്കെ ഒരു ലിനന്റെ ഒരു ഷർട്ടൊക്കെ ഇട്ട് തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ച് ഒരു ഒരു
ചെറിയൊരു നിക്കറൊക്കെ ഇട്ട് കാലിൽ നല്ലൊരു ക്രോക്സിന്റെ ഒരു ചെരുപ്പൊക്കെ ഇട്ട് ബീച്ചിലൊക്കെ പോയി ഒരു തണ്ണിമത്തൻ ജ്യൂസ് അല്ലെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് സലാഡ് ഇരുന്ന് വെയിൽ കായുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു മൂഡ് അപ്ലിഫ്റ്റിംഗ് ചെയ്യുന്ന ഒരു പെർഫ്യൂം. പിന്നെ സ്പോർട്സ് അതുപോലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ പറ്റിയൊരു പെർഫ്യൂം. ഇനി ഇതിന്റെ ലോങ്ജിവിറ്റി പറയാം. ലോങ്ജിവിറ്റി അറൗണ്ട് ഒരു 7-8 മണിക്കൂറാണ് ഇതിന്റെ ലോങ്ജിവിറ്റി വസ്ത്രത്തിൽ നിൽക്കുന്നത്. എക്സ്ട്രേറ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ലോങ്ജിവിറ്റി ഉണ്ട്. പ്രൊജക്ഷൻ ആദ്യത്തെ 3 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു 7 മണിക്കൂർ നിങ്ങൾ ലോങ്ജിവിറ്റി കൂട്ടിക്കോ, 2.5 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 3 മണിക്കൂർ വരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനും ഉണ്ട്. അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയിൽ അത്ര നേരം നിൽക്കുക എന്നുള്ളത് അത്ര ചില്ലറ കാര്യമില്ല. കാലാവസ്ഥ സമ്മർ സീസൺ. ഇത് രാത്രിയോ വൈകുന്നേരമോ ഉപയോഗിക്കരുത്, രാവിലെയും ഉച്ചയ്ക്കും വേണം യൂസ് ചെയ്യാൻ. വൈകുന്നേരം രാത്രി ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് അല്ല. അതുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് ഷോപ്പ് ഇട്ടിരിക്കുന്നവർ, മൊബൈൽ ഷോപ്പുകൾ, അതുപോലെ തന്നെ ഏത് കടയാണെങ്കിലും കസ്റ്റമേഴ്സ് വരുന്ന ഷോപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും കസ്റ്റമേഴ്സിന്റെ അടുത്ത് സംസാരിക്കാനും ബാർഗൻ ചെയ്യാനും കൺവിൻസ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ അടുത്തൊക്കെ ചെന്ന് സംസാരിക്കേണ്ടി വരും, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ചെറുകിട വൻകിട ഷോപ്പുകളൊക്കെ ഇട്ടിരിക്കുന്നവർക്ക് അവർക്ക് ഒരു ദിവസം മുഴുവൻ ഇടയ്ക്കൊന്ന് ടോപ്പ് വേണ്ടി വന്നാൽ അത്രയും നല്ലത്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു പെർഫ്യൂം. അതുപോലെ തന്നെ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവർ, അത് AC ഉണ്ടെങ്കിലും ശരി, AC ഇല്ലെങ്കിലും ശരി, ഫാനിന്റെ കീഴിലാണെങ്കിലും ശരി, അകത്തിരുന്ന് ജോലി ചെയ്യുന്നവർക്കും നന്നായിട്ട് ചേരുന്ന പെർഫ്യൂം. അതുപോലെ തന്നെ പുറത്തു പോയിട്ട് വെയിലത്തുള്ള മാർക്കറ്റിംഗ്, ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുക, കച്ചവടം ചെയ്യുക, സെയിൽ ചെയ്യുക, അങ്ങനെയുള്ള ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർ, അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർ, ഇവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ഒരു ഇനോഫെൻസീവ് ആയിട്ടുള്ള സ്മെല്ല്, മറ്റാർക്കും അലസ്വരപ്പെടുത്തുന്ന മണങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് മണമാണ്. ഫ്രൂട്ടിയും ഈ പറഞ്ഞ മണം ഇഷ്ടപ്പെട്ട താരമുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ ഒരു യൂണിസെക്സ് പെർഫ്യൂമാണ്, ഗേൾസിന് യൂസ് ചെയ്യാം. നിങ്ങൾ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ പെർഫ്യൂം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ വില വരുന്നത് 3000-3500 റേഞ്ചാണ്. അപ്പം ഒരു 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടി ഫ്രഷ് സ്മെല്ല്. ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം നല്ലൊരു ഓപ്ഷനാണ്. അവർക്ക് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ. ഇനി ഇത് കോളേജിൽ പോകുന്നവര്, സ്കൂളിൽ +1 +2, പിന്നെ അതുപോലെ തന്നെ കോഴ്സിനൊക്കെ പോകുന്നവര്, കൂട്ടുകാരൊക്കെ കറങ്ങാൻ പോകുന്നവര്, ട്രിപ്പ് ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ ചെയ്യുന്നവര്, ഹൈക്കിങ്, പിന്നെ സ്പോർട്സ് അതുമായി ബന്ധപ്പെട്ട് വെയിലത്തുള്ള ജോലി ചെയ്യുന്നവർ, അവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം. നിങ്ങൾക്കത് ഇഷ്ടപ്പെടായൊന്നുമില്ല, ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂം തന്നെയാണ്. അപ്പം എന്റെ അഭിപ്രായത്തിൽ ഒന്ന് ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഒരു നല്ലൊരു ഫ്രഷ് പെർഫ്യൂം ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു പെർഫ്യൂം വർത്താണ്. ഞാൻ പറഞ്ഞില്ലേ, എക്സ്ട്രേറ്റ് ഡേ പെർഫ്യൂം ആണ്. EDPക്ക് തൊട്ട് മുകളിലുള്ള ഒരു കോൺസെൻട്രേഷൻ ആണ് എക്സ്ട്രേറ്റ് ഡേ പെർഫ്യൂം. EDPക്കും പെർഫ്യൂമിനും കുറച്ചും മുകളിലുള്ള ഒരു കോൺസെൻട്രേഷൻ. അതൊരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഒരു സ്പ്രേയിൽ അടിച്ചിട്ടുള്ളൂ, അവിടെ മുഴുവൻ ഈ മണമായിട്ട് മാറി. അപ്പോൾ ട്രൈ ചെയ്യാനുള്ളവർ, ഫ്രഷ് പെർഫ്യൂം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, വീഡിയോ കണ്ടതിന് ശേഷം ഒരു 5 ml 10 ml വാങ്ങുക. വാങ്ങിയിട്ട് ട്രൈ ചെയ്തിട്ട് ലോങ്ജിവിറ്റി പ്രൊജക്ഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഫുൾ ബോട്ടിൽ ഓർഡർ കൊടുക്കുക. താങ്ക് യു സോ മച്ച്.